ജൈവ കൃഷിയും ഹൈടെക് കൃഷിയും കേരളത്തിലെ കർഷകർ ഇതിനകം തന്നെ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. ജൈവ കൃഷി എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ളത് ഇന്നും പലർക്കും അജ്ഞാതമാണ്. കാലിവളവും കമ്പോസ്റ്റും മണ്ണിരവളവും എല്ലാം ചേർത്ത് വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം പോലുള്ള പലതരം ജൈവ കീടനാശിനികൾ തളിച്ച് വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളെന്നാണ് ഇവയെ സാധാരണ ഉപഭോക്താക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ വിപണിയിൽ ലഭ്യമാകുന്ന പഴ പച്ചക്കറികളിൽ ജൈവമേത് അജൈവമേത് എന്ന് തിരിച്ചറിയാനും അസാധ്യമാണ്. ജൈവ കൃഷി അവലംബിച്ച് വിളയിച്ചെടുക്കുന്ന ഈ വിളകൾക്ക് വിപണിയിൽ പ്രിയമുണ്ടെന്നുള്ളതിനാൽ ഹൈടെക് രീതിയിൽ കൃഷി ചെയ്ത് വിജയിക്കുന്ന ഒട്ടനവധി പേരും ഇന്ന് കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒരു യുവ കർഷകനാണ് തൊളിക്കോട് സമീപമുള്ള ആലങ്കോട് എസ്റ്റേറ്റ് ഹൌസിലെ ഷിബു. കൃഷി പാരമ്പര്യമാക്കിയ പിതാവിന്റെ ചുവട് പിടിച്ചാണ് മകനും കൃഷി വഴിയിലേക്ക് തിരിഞ്ഞത്. തന്റെ 4 ഏക്കർ പുരയിടത്തിൽ 2000 സ്ക്വയർ മീറ്ററിൽ ഹൈടെക് കൃഷിയും അതിനു ചുറ്റുമുള്ള സ്ഥലത്ത് പാർക്ക് ചീരയും ആധുനിക രീതിയിൽ പണിതീർത്ത ഷെഡുകളിൽ 10,000 ഇറച്ചിക്കോഴികളും കിടാങ്ങൾ ഉൾപ്പെടെ 8 പശുക്കളും 2 പോത്തുകളും ഷിബു ഇവിടെ വളർത്തുന്നുണ്ട്. ഹൈടെക് കൃഷിയിൽ വിജയം കണ്ട സുഹൃത്തിന്റെ പ്രേരണ കൊണ്ടാണ് ഷിബു ഇതിലെ തിരിഞ്ഞത്. കൃഷി ചെലവ് 50% കുറയ്ക്കുവാനും തൊഴിൽ കാര്യക്ഷമത 90% കൂട്ടുവാനും എല്ലാ കാര്യങ്ങളിലും വിഷമുക്തമായ പച്ചക്കറികൾ ലഭ്യമാക്കുന്നതും രോഗ കീട നിയന്ത്രണം ഒരു പരിധിവരെ ഒഴിവാക്കുവാനും അതുവഴി വിളനാശം കുറയ്ക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഹൈടെക് കൃഷിയുടെ സവിശേഷത. കൃഷിഭവന്റെ സാങ്കേതിക ഉപദേശപ്രകാരമാണ് ഷിബു ഈ പദ്ധതി ഏറ്റെടുത്തത്. തുടക്കം മുതൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള പരിശീലനം ഷിബുവിന് നൽകിയിരുന്നു. പിന്നെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും സ്ഥല പരിശോധന നടത്തി വേണ്ട ഉപദേശം നൽകിയിട്ടുണ്ട്. ജൈവ രീതിയിലുള്ള കൃഷി അവലംബിക്കുന്നതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും കർഷകന് നൽകിയിട്ടുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം 75% സബ്സിഡിയാണ് ഹൈടെക് പോളി ഹൗസുകൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അതുപ്രകാരം 10 ലക്ഷത്തോളം രൂപ ഷിബുവിന് ആനുകൂല്യമായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. സസ്യസംരക്ഷണത്തിനായി ജൈവ കീടനാശിനികളും ജൈവ കുമിൾനാശിനികളും കൃത്യസമയത്ത് ആഴ്ചയുടെ ഇടവേളകളിൽ ഉപയോഗിക്കുന്നതിനാൽ മറ്റു ഹാനികരമായ കെമിക്കൽസ് ഉപയോഗിക്കേണ്ട അവസ്ഥ വരാറില്ല. ഹൈടെക്കുകളിൽ നമ്മുടെ സൂക്ഷ്മമായ പരിശോധനയാണ് പ്രധാനമായുമുള്ളത്. ജൈവവളങ്ങൾ, നാനോ ഉൽപ്പാദനോപാധികളൊക്കെ തന്നെയാണ് ഇവിടെ പൂർണ്ണമായി ഉപയോഗിച്ചിരിക്കുന്നത്. 2000 സ്ക്വയർ മീറ്റർ അളവുള്ള 2 പോളി ഹൗസുകളാണ് ഇവിടെയുള്ളത്. നല്ല സൂര്യപ്രകാശവും നീർവാഴ്ചയുള്ളതുമായ സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീൽ പൈപ്പുകൾ കൊണ്ട് ഫ്രെയിമിട്ട ചട്ടക്കൂടിന് പുറത്ത് മൊത്തത്തിൽ UV ഷീറ്റ് പൊതിഞ്ഞാണ് 4 ഭാഗവും പ്രാണികൾ കടക്കാതെ നൈലോൺ വല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്. അകത്തെ വായു ക്രമീകരിക്കുന്നതിനായി ചുരുക്കുവാനും നിവർത്തുവാനും സൗകര്യത്തിൽ വലയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ പ്രവേശിക്കുന്നതിനായി ഇരട്ട വാതിലുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ച ഉടനെ ആ വാതിൽ അടച്ച ശേഷം പ്രത്യേക പാത്രങ്ങളിലുള്ള അണുനാശിനിയിൽ കാൽ കഴുകി അടുത്ത വാതിൽ തുറന്ന് പോളി ഹൗസിനുള്ളിൽ പ്രവേശിക്കാം. ഉള്ളിൽ പാദരക്ഷകൾ പാടില്ല. 35 മീറ്റർ നീളം, 50 സെന്റിമീറ്റർ ഉയരവും 80 സെന്റിമീറ്റർ വീതിയുമുള്ള 75 ബെഡുകളാണ് ഓരോ പോളി ഹൗസിലുമുള്ളത്. ഇവയിൽ നന്നായി ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയും ഡോളോമൈറ്റും വിതറി സ്ഥലം കിളച്ചൊരുക്കും. തുടർന്ന് തുള്ളി നന സംവിധാനവും ഒരുക്കിയതിനു ശേഷമാണ് പോട്ട് ട്രേയിൽ പാകി കിളിർപ്പിച്ച പയറും സാലഡ് വെള്ളരിയും നടുന്നത്. വിത്ത് കുത്തനെ നട്ടാൽ മുള ശക്തിയായി വളരും.
7-ാം ദിവസം തൈ പറിച്ചു നടാം. ക്വീൻ F1 എന്ന സാലഡ് വെള്ളരിയും ബബ്ലി എന്ന നീളൻ പയറുമാണ് കൃഷി. ഇതിന്റെ വിത്തുകൾ ദുബായിൽ നിന്നുമാണ് വരുത്തുന്നത്. നട്ട് 40-ാം ദിവസം മുതൽ വിളവെടുക്കാറാകും. ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആവർത്തിക്കും. 4 മാസം വരെ തുടർച്ചയായി വിളവെടുക്കാം. ഷിബുവും ഭാര്യ മൊബീനയും കുടുംബാംഗങ്ങളും ചേർന്നാണ് വിളവെടുപ്പ് നടത്തുന്നത്. അധിക ചൂടിനെ ദുർബലമാക്കാൻ മഞ്ഞുനന, ഫോഗിംഗ് ക്രമീകരണവുമുണ്ട്. കൂടുതൽ ഈർപ്പം പൂപ്പൽ രോഗത്തിനും ഇലപ്പേനിനും വഴിയൊരുക്കും. എല്ലാ വർഷവും പോളി ഹൗസിന്റെ മേൽക്കൂരയും നെറ്റും കഴുകി വൃത്തിയാക്കും. സുഗമമായ വായുപ്രവാഹത്തിനും ഈ കഴുകൽ അത്യാവശ്യമാണ്. ഇത് ഷീറ്റിന്റെയും നെറ്റിന്റെയും ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ അംഗീകാരമുള്ള ജൈവ നാനോ കോംപ്ലക്സ് വളങ്ങളും കീടനാശിനികളുമാണ് ഷിബു ഇവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇത് രാസവളത്തിന് പകരമാണ്, പൂർണ്ണ സുരക്ഷിതമാണ്, ഇൻഡോർ ഡർട്ടിന്റെ അംഗീകാരമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ 100% ജൈവ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാമെന്നും കീടരോഗങ്ങളെ നിയന്ത്രിക്കാമെന്നും ഷിബു പറയുന്നു. ബെഡ് ചെയ്യുന്നത് ആദ്യമായി ഉമിയും ചാണകപ്പൊടിയും മണ്ണര കമ്പോസ്റ്റും വേപ്പും പുണ്ണാക്കും ഇട്ട് മിക്സ് ചെയ്ത് ഈ ബെഡിൽ മിക്സ് ചെയ്ത് നല്ല മണ്ണ് നല്ല സ്പോഞ്ച് മാതിരിയാക്കും. ആക്കി ആ മണ്ണിലാണ് ഇത് പ്ലാന്റ് ചെയ്യേണ്ടത്. ഇത് പ്ലാന്റ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ബേസലായിട്ട് നമ്മൾ കൊടുക്കുന്നത് വേപ്പും പുണ്ണാക്ക് ഇതൊക്കെയാണല്ലോ. അതിലൂടെ നമ്മൾ ട്രോപ്പിക്കൽ ആഗ്രഹ നാനോ വളങ്ങൾ ഇതിൻ്റെ ഒരേ പ്ലാന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നാനോ ഞാൻ മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 ഗ്രാം NPKയും 20 ഗ്രാം കാലും പിന്നെ 5 ഗ്രാം വെച്ച് ഹൈ റേഞ്ചും ടാക് ബയോണിക്കും ഇതിട്ട് ബേസിലായിട്ടാണ് പ്ലാന്റ് ചെയ്യണത്. അതിൽ നിന്ന് വളർന്ന് ഗ്രോത്ത് ആയിട്ട് വരണം. പിന്നെ 10 ദിവസം കഴിഞ്ഞ് മാത്രം അടുത്ത് വളം ചെയ്താൽ മതി. ഈ 2 കൊല്ലം കൊണ്ടും ഈ 1.5 കൊല്ലം കൊണ്ടും ഞാൻ ഈ നാനോയുടെ വളം ആദ്യം ചെയ്തത് നാനോയുടെ വളമല്ല. നമ്മൾ കൃഷി ഓഫീസർ പറഞ്ഞ രീതിക്ക് ജൈവ വളത്തിൻ്റെ ആ ഒരു ഇതിലാണ് ചെയ്തത്. ഫസ്റ്റിൽ ഞാനത് ചെയ്തു വന്നപ്പോൾ എനിക്കതിൽ പരാജയം വന്നു. ഇതിൽ മണ്ണിൻ്റെ pH ഒക്കെ കുറവായിരുന്നു, ഈസി കറക്റ്റ് അല്ലായിരുന്നു. അതിൽ ഞാൻ പിന്നെ ഡോളോമേറ്റൊക്കെ ഇട്ട് ഇതിനെ കുമ്മായവും ഡോളോമേറ്റൊക്കെ ഇട്ട് ഞാൻ ഈസിയൊക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം ആദ്യത്തെ പ്ലാന്റ് എനിക്ക് ഫെയിലായി, വിജയിച്ചില്ല, പരാജയമായിരുന്നു. പിന്നെ ഉള്ള ചീര, 2ാമത്തെ പ്ലാന്റ് ഞാൻ ചെയ്തത് ചീരയാണ്. ചീര ചെയ്തിട്ട് 3ാമത്തെ പ്ലാന്റിങ് മുതൽ എനിക്ക് ലാഭം തന്നെയാണ് ഇതുവരെ ഉള്ളത്. എനിക്ക് ലാഭം തന്നെയാണ് ഈ പോളിയോസ് കൊണ്ടുള്ള ഉണ്ടായിട്ടുള്ളത് ഇതുവരെ. ഇതിനകം തന്നെ കാർഷിക സർവകലാശാല ശുപാർശ ചെയ്ത ഇത്തരം ജൈവ വളങ്ങളും കീടപ്രതിരോധ മരുന്നുകളും ഉപയോഗിച്ച് മെച്ചപ്പെട്ട വിളവ് ലഭിക്കുമെന്നതിനാൽ രാസവളത്തിന്റെ അമിത പ്രയോഗവും മറ്റ് അധിക ചെലവുകളും കർഷകർക്ക് ഒഴിവാക്കാമെന്നതും ഇതിന്റെ പ്രത്യേകതകളാണ്. തരി രൂപത്തിലുള്ള നാനോ NPK, ടാഗ് നാനോ, ഫോസ് ജി, ടാഗ് നാനോ കാൽ എന്നീ ജൈവ വളങ്ങളും കീടരോഗ നിയന്ത്രണങ്ങൾക്ക് നാനോ കാൽ, ടാഗ് ഫോൾഡർ, ടാഗ് കെയർ എന്നിവയും ആവശ്യത്തിന് തളിക്കാം. നാനോ ജൈവവളം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. അത് ബയോസിന്തസിസ് മുഖാന്തരം നമ്മൾ സസ്യമൂലകങ്ങളുടെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവയെ വിഘടിച്ച് ചെറിയ കണികളാക്കി നമ്മൾ വളമായിട്ട് രൂപപ്പെടുത്തുകയാണ്. ഇത് 100% ഓർഗാനിക്കായിട്ടാണ്, ജൈവമായിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നാനോ ജൈവവളത്തിനെക്കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഇതിന് വില കൂടുതലാണെന്ന് പറയുന്നു. പക്ഷേ ഇതിന് നമ്മുടെ ഉപയോഗക്കുറവ്, രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ 10-1 ഭാഗം മാത്രം ഇത് ഉപയോഗിച്ചാലും മതി. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രാസവളത്തിനെയും കാട്ടിൽ വില വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പോളിയോസിൽ നമുക്കിപ്പോൾ തന്നെ കാണാം, ഇതിനകത്തുള്ള ഈ കുക്കുംബർ, പയർ, ഇതൊക്കെ മറ്റുള്ള പോളിയോസിനെ അപേക്ഷിച്ച് ക്വാളിറ്റി വളരെയധികം ഉൽപാദനക്ഷമതയും കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. പോളി ഹൗസ് കൃഷിക്ക് ദിവസവും 15 മിനിറ്റ് വീതം തുള്ളി നനയും വെഞ്ചൽ കൂടി വളവും നൽകും.
ചുറ്റും കല്ലുകെട്ടി നിർമ്മിച്ച കുളത്തിൽ നിന്നുമാണ് ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഒരു ഷെഡിലെ കൃഷി പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുമ്പായി അടുത്ത കൂടാരത്തിലെ കൃഷി ആരംഭിക്കുന്നതിനാൽ വിളവെടുപ്പ് മുടങ്ങാതെ നടത്താൻ കഴിയുന്നുണ്ട്. പയർ കിലോയ്ക്ക് 40 രൂപ മുതൽ 60 രൂപയും സാലഡ് വെള്ളരി 1 കിലോയ്ക്ക് 35 രൂപ വെച്ചുമാണ് വിൽക്കുന്നത്. മൂന്ന് മാസത്തിന് മുൻപ് പോളി ഹൗസിൽ തന്നെ കൃഷി ചെയ്ത ഷമാം എന്ന മസ്ക് മെലൻ പഴം വിജയകരമായി കൃഷി ചെയ്ത് വിളവെടുത്തു. പാകമായ മധുരമുള്ള ഇതിന്റെ കായ്കൾക്ക് 1 മുതൽ 3 കിലോ വരെ തൂക്കവും ഉണ്ടാകും. കിലോയ്ക്ക് 50 രൂപ വെച്ചാണ് ഈ പഴം വിറ്റത്. ഇതിൻ്റെ പോളി ഹൗസിൽ ഉൽപ്പാദിപ്പിച്ച ഫ്രൂട്ടാണ് ഷമാം മസ്ക് മിലാൻ ഫ്രൂട്ടാണ്. ഇത് കേരളത്തിലെ പോളി ഹൗസുകളിൽ അപൂർവമായി ചെയ്യുന്നതാണ് ഒരാൾ. ഇത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഈ പോളി ഹൗസിനകത്ത് ഷമാമ് ചെയ്താൽ വിജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദുബൈയിൽ നിന്ന് സീഡ് വരുത്തി എൻ്റെ പോളി ഹൗസിൽ 400 സ്ക്വയർ മീറ്ററിൽ മസ്ക് മിലാൻ ചെയ്തതിൽ ഒരു മസ്ക് മിലാൻ്റെ വെയിറ്റ് 3.5 കിലോ ഉള്ള മസ്ക് മിലാൻ എനിക്ക് ഏതാണ്ട് ഒത്തിരി ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒത്തിരി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റിൽ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് പ്ലാന്റ് പോകുന്ന സമയം 4 മാസം കഴിഞ്ഞതിന് ശേഷം പ്ലാന്റ് എടുത്ത് മാറ്റുന്ന സമയത്താണ് ഈ മസ്ക് മിലാൻ എനിക്ക് അവസാന സ്റ്റേജിൽ, ഇത് മെച്ചൂറായതല്ല, വെറും പിഞ്ചാണ് മസ്ക് മിലാൻ. ഇതിൻ്റെ വെയിറ്റ് ഇത് നിന്നിരുന്നെങ്കിൽ കറക്റ്റ് വിളവ് വന്നിരുന്നെങ്കിൽ ഇത് 3.5 കിലോയ്ക്ക് മുകളിൽ വന്നേനെ. ഇത് വെറും പിഞ്ചാണ് സാധനം. തുറസായ സ്ഥലത്ത് 300-ൽ പരം ചാക്കുകളിൽ മണ്ണും ചാണകപ്പൊടിയും കോഴിവളവും ചേർത്ത മിശ്രിതത്തിൽ വിത്തു പാകി കിളിർപ്പിച്ച് പാലക് ചീര 3-4 തൈ നട്ട് വിളവെടുക്കുന്നുണ്ട്. പലതവണ വിളവെടുക്കാവുന്ന ചീരയിലയ്ക്ക് നല്ല വിലയുണ്ട്. കൃഷിയോടൊപ്പം വിജയകരമായി നടത്തുന്ന മറ്റൊരു തൊഴിലാണ് ഇറച്ചിക്കോഴി വളർത്തൽ. 100 അടി നീളവും 20 അടി വീതിയും 7 അടി ഉയരവും 5000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുമുള്ള 3 ഷെഡുകളിൽ രോഗപ്രതിരോധ കുത്തിവയ്പ് നടത്തിയ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നു. 40 ദിവസം കഴിയുമ്പോൾ മൊത്തമായി വിൽക്കും. ശരാശരി ഒരു കോഴിക്ക് 2 മുതൽ 2.5 കിലോ വരെ തൂക്കം കാണും. ഒരു ഷെഡിലെ കോഴി മുഴുവനായും വിറ്റു തീരുമ്പോൾ അടുത്ത ഷെഡിൽ വളർത്തി തുടങ്ങിക്കും. ഇങ്ങനെ 40 ദിവസത്തിലൊരിക്കൽ ഇറച്ചി കോഴികളിൽ നിന്ന് വൻ ലാഭം ഷിബു നേടുന്നുണ്ട്. കോഴിവളം കൃഷി ആവശ്യം കഴിഞ്ഞ് വിറ്റ് അതിലും ലാഭം ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞ് ഇതിൽ എടുക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ കോഴിക്കുഞ്ഞ് വരുത്തുന്നത്. ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നതും ആ ഒരു ദിവസം അന്ന് വിരിയിച്ച് അന്ന് ആ കുഞ്ഞ് ഇവിടെ എത്തിച്ച് ലൈറ്റ് വെട്ടം കൊടുത്താൽ മാത്രമേ ഈ കുഞ്ഞ് വളരത്തുള്ളൂ. അതിൽ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ അത് അത്രയ്ക്ക് കെയറായി നോക്കിയാൽ മാത്രമേ ഇതിൽ അത്ര കണ്ട് മെച്ചം നേടാൻ പറ്റത്തുള്ളൂ. അത് പോയിട്ട് 40 ദിവസം ആയിക്കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന വളം, ഇത് ഞാനൊരു പോളി ഹൗസ് ചെയ്യുന്നുണ്ട്. ആ പോളി ഹൗസിലത്തേക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ പോൾട്രി ഫാം തുടങ്ങിയത് പോലും. ആ പോൾട്രി ഇതിലുള്ള വളം കംപ്ലീറ്റ് ഞാൻ പോളി ഹൗസിലത്തേക്ക് കൂടുതലും ഉപയോഗിക്കുന്ന ആവശ്യത്തിനനുസരിച്ച് അത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന വളം ഞാൻ പുറത്ത് നല്ല വിലയ്ക്ക് വിൽക്കുന്നുമുണ്ട്. ഞാൻ 5000 സ്ക്വയർ ഫീറ്റ് പോൾട്രി ഫാമാണ് ആദ്യം തുടങ്ങിയത്. 5000 കോഴിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. 5000 കോഴിയിട്ടതിൽ ലാഭകരമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ 5000 കോഴിയുടെ പോൾട്രി ഫാമും കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5000 കോഴി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. 35 ദിവസമായി കോഴി ഇട്ടിട്ട് അത് മെച്ചുവറാവാൻ 40 ദിവസം വേണം. 38 മുതൽ 40 ദിവസത്തിനുള്ളിൽ അതിനെ പിടിച്ചു മാറ്റുകയും ചെയ്യും. ഇപ്പോൾ ഒരു കോഴിയുടെ വെയിറ്റ് ഇവിടെ ഇപ്പോൾ ഏകദേശം 2 കിലോയ്ക്ക് മുകളിൽ 2.5 കിലോ വരെ വെയിറ്റ് വരുന്നുണ്ട്. അതിൽ 5000 കോഴിയിൽ ഇത് ഏകദേശം 12000 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് തന്നെ ഉണ്ടാവും. ഇത് 40 ദിവസത്തിലൊരിക്കൽ വരുമാനമാണ്. കൃഷിയും കോഴി വളർത്തലും പശു വളർത്തലും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വീട്ടുകാരോടൊപ്പം 5 തൊഴിലാളികളുമുണ്ട്. ചെലവ് കഴിച്ച് ഓരോ മാസവും 70,000 രൂപ മുതൽ 80,000 രൂപ വരെ ലഭിക്കുമെന്നും ഈ കർഷകൻ പറയുന്നു.
ജൈവ കൃഷി എന്നത് ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം കൂടിയാണ്. പ്രകൃതി സൗഹൃദ കൃഷിയും ജീവിതവും ഒരു നാണയത്തിലെ രണ്ട് വശങ്ങളാണ്. മടികൂടാതെ മണ്ണിറങ്ങി അധ്വാനിച്ചാൽ ജീവിത വിജയം നേടാനാകുമെന്നാണ് ഷിബുവിന്റെ അനുഭവപാഠം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ആദ്യത്തെ പൗൾട്രി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കൊല്ലം ജില്ലയിൽ. കേരള കാർഷിക സർവകലാശാല വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ കേന്ദ്ര സർക്കാരും നബാർഡും കാർഷിക സർവകലാശാലയുടെ കൊട്ടാരക്കര കൃഷി വിജ്ഞാന കേന്ദ്രവും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ പൗൾട്രി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ കോഴിക്കുഞ്ഞ്, തീറ്റ, വാക്സിൻ, മരുന്നുകൾ തുടങ്ങിയവ കമ്പനി വിലയ്ക്ക് തന്നെ കർഷകർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ വെജിറ്റേറിയൻ തീറ്റ മാത്രം നൽകി വളർത്തിയ ഹോർമോൺസ്, സ്റ്റിറോയിഡ്സ്, ആന്റിബയോട്ടിക്സ് എന്നിവ അടങ്ങിയിട്ടില്ലാത്ത സുരക്ഷിതമായ ബ്രോയിലർ കോഴികളെ ബ്രാൻഡ് ചെയ്ത് കർഷകന്റെ കയ്യൊപ്പോടുകൂടി ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന നൂതനമായ ആശയവും പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 047424562225 എന്ന ഫോൺ നമ്പറിലോ www.bernardpfpc.com എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക. പേരാവൂർ കൃഷിഭവനിൽ മികച്ച ഇനം കുരുമുളക് വള്ളികൾ വിതരണത്തിനായി എത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർ നിശ്ചിത ഫോറത്തിൽ കരമടച്ച രസീത് സഹിതം കൃഷി ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഇനി പറയുന്ന വിഷയങ്ങളിൽ ഈ മാസം പരിശീലനം നൽകുന്നു. ഈ മാസം 10 മുതൽ 12 വരെ ബഡ്ഡിങ്ങിലും, 18 മുതൽ 20 വരെ ഗ്രാഫ്റ്റിംഗിലും, 29 മുതൽ 31 വരെ ലെയറിംഗിലും പരിശീലനം നൽകും. രജിസ്ട്രേഷൻ ഫീസ് 1500 രൂപ. കൂടാതെ കൂൺ വിത്ത് ഉൽപാദനത്തിൽ ഒരു ദിവസത്തെ പരിശീലനം നൽകുന്നു. ഇതിനായുള്ള രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. താല്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8086405476. മറ്റൊരു നമ്പർ 9645420575.
കർഷകരുടെ സഹകരണത്തോടെ അവരുടെ കൃഷിയിടങ്ങളിൽ കരിമീൻ വിത്തുൽപാദനം നടത്തി കൃഷി വിജ്ഞാന കേന്ദ്രം വഴി വിപണനം നടത്തുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. എറണാകുളം ജില്ലയിൽ 50 സെന്റിൽ കുറയാതെ ജലാശയങ്ങളുള്ള കർഷകർ, സ്വയം സഹായ സംഘങ്ങൾ, മറ്റു ഗ്രൂപ്പുകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. ഹൈദരാബാദ് ദേശീയ മത്സ്യകൃഷി വികസന ബോർഡിന്റെ സഹകരണത്തോടെ ആയിരിക്കും പദ്ധതി നടപ്പാക്കുക. താല്പര്യമുള്ളവർ കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8281 574550. കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 9, 10 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തലിനും 17, 18 തീയതികളിൽ മുയൽ വളർത്തലിനും 19-ാം തീയതി കാട വളർത്തലിനും 29 മുതൽ 31 വരെ ഇറച്ചിക്കോഴി വളർത്തലിനും പരിശീലനം നൽകുന്നു. താല്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ അറിയിച്ചു. 0471 2 732 918. മത്സ്യമേഖലയിൽ നിന്നുള്ള കർഷകർക്ക് മത്സ്യവിഭവങ്ങളുടെ സംസ്കരണത്തിനുള്ള സാങ്കേതിക വിദ്യ കൊച്ചി കേന്ദ്രമായ കേന്ദ്ര ഫിഷറീസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകും. മത്സ്യവിഭവ സംസ്കരണം സംരംഭമാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484 2 412 300. കല്ലറ കൃഷിഭവനിലെ കർഷക രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കർഷകർ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വേണ്ടി ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയുടെ ഫോട്ടോ കോപ്പിയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി കൃഷിഭവനിൽ എത്തേണ്ടതാണ്. കീടങ്ങൾക്കെതിരെ ഗോമൂത്രം കാന്താരിമുളക് മിശ്രിതം ഉപയോഗിക്കാം. ഒരു കൈ നിറയെ കാന്താരിമുളക് അരച്ച് 1 ലിറ്റർ ഗോമൂത്രത്തിൽ ചേർത്ത് അരിച്ചെടുക്കുക. ഇതിൽ 60 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ച് ചേർത്ത് ഇളക്കുക. ഈ മിശ്രിതം 10 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് മൃദുശരീരികളായ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 8200 രൂപ, കോഴിക്കോട് 9000 രൂപ, തൃശൂർ 8450 രൂപ. കൊപ്ര കൊച്ചി 5600 രൂപ, കോഴിക്കോട് 5680 രൂപ, തൃശൂർ 5880 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69000 രൂപ, ഗാബിൾഡ് 72000 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10000 രൂപ, ഈറോഡ് 9800 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14000 രൂപ, RSS 4ാം ഗ്രേഡ് 14400 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14200 രൂപ, RSS 4ാം ഗ്രേഡ് 14450 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ കിൻഡലിന് 8200 രൂപ, കൊപ്ര 5600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, റോട്ടറി 2100 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69000 രൂപ, ഗാബിൾഡ് 72000 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 11500 രൂപ. അടയ്ക്ക പുതിയത് 17000 രൂപ മുതൽ 18000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 210 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 300 രൂപ മുതൽ 400 രൂപ വരെ. ജാതിപത്രി 400 രൂപ മുതൽ 1000 രൂപ വരെ. ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14000 രൂപ, RSS 4ാം ഗ്രേഡ് 14400 രൂപ. ഒട്ടുപാൽ 9100 രൂപ. ലാറ്റക്സ് 8300 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2. കോഴിക്കോട് 32.1, 24. കൊച്ചി 30.8, 23.7. ആലപ്പുഴ 30.5, 24.1. പുനലൂർ 32, 23. തിരുവനന്തപുരം 32, 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.